ചിട്ടിയാണോ അതോ മ്യൂച്വൽ ഫണ്ടാണോ ബെറ്റർ എന്നൊക്കെ ധാരാളം പേര് ചോദിക്കാറുണ്ട്. ഞാനിപ്പോഴും ചിട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ചിട്ടി കാര്യമുണ്ടോ? ഇന്നാളെ ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ചിട്ടി പല രീതിയിൽ കണക്കൂട്ടി നോക്കി. അദ്ദേഹം ഒരു ബാങ്കറാണ് കേട്ടോ. ഞാൻ അങ്ങനെ കണക്കൂട്ടിയിരിക്കുമ്പോൾ ചിട്ടി ലാഭമല്ലാത്ത പോലെ എനിക്ക് തോന്നി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ചിട്ടികൾ ഓടും. ഞാനിപ്പോൾ റീസെൻ്റ്ലി ചേർന്നിട്ടുള്ള ഒരു ചിട്ടിയാണ് 30,000 വെച്ചിട്ട് 60 മാസമുള്ള 18 ലക്ഷം രൂപയുടെ ചിട്ടി. സുഹൃത്തെ, ഞാൻ ഈ ചിട്ടി 12.5 ലക്ഷം രൂപയ്ക്ക് വിളിക്കും, 30% താത്തി വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ പറയും, ഞാൻ ഗോൾഡ് കൊണ്ടുവച്ചിട്ട് ആ ചിട്ടി എടുക്കും. ആ ചിട്ടി എടുക്കണമെങ്കിൽ ഒരു 25 രൂപ ഗോൾഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തുടക്കം തന്നെ ആ ചിട്ടി എടുക്കാൻ സാധിക്കും. ഒരു 10 മാസത്തിനുള്ളിലൊക്കെ ഈ ചിട്ടി വിളിച്ചെടുക്കാൻ സാധിക്കും. അതിനുശേഷം ഞാനിതിനെ ലംസമായിട്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചിട്ടിയിൽ ഞാൻ എന്തായാലും തിരിച്ചടയ്ക്കുമെന്നുള്ള ഉറപ്പുണ്ട്. SIP ആണെങ്കിൽ നമ്മളത് തുടരുമെന്ന് ഉറപ്പില്ല. കാര്യം ഈ വ്യക്തി SIP തുടങ്ങിയിട്ട് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത ആളാണ്. നമ്മുടെ ഗോൾഡ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചിട്ടിയിൽ നിർബന്ധമായിട്ട് നമ്മൾ തിരിച്ചടവ് നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടൈമിലേക്ക് SIP പോലെ തന്നെ ഒരു ചിട്ടി നടക്കുകയും ചെയ്യും. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ പാർക്ക് ചെയ്യാനും സാധിക്കും. ഏതാണ്ട് ഒരു 14-15% റിട്ടേൺ ഒക്കെ കിട്ടുകയാണെങ്കിൽ 4-5 വർഷം കൊണ്ട് ഈ ഒരു തുക ഡബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിട്ടിയെ കാണണം. അതുപോലെ പല ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ചിലവർക്ക്, ഇപ്പോൾ എൻ്റെ ഫാദറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ട് പറ്റില്ല. അദ്ദേഹത്തിന് ഏതാണ്ട് 70 വയസ്സായി. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ അദ്ദേഹം എക്സിറ്റ് ചെയ്ത് പോയി. അദ്ദേഹം ഇപ്പോൾ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നത്. കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ലഭ്യമാവും. അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ബോണ്ട്സൊക്കെ ഒരു 11% കിട്ടുന്ന ബോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ FD, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റുള്ളൂ. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലവരൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ കുറച്ചുകൂടി അഗ്രസീവായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും. ഓരോ വ്യക്തിയുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ വനിതകളുടെ ചിലവരൊക്കെ വരാറുണ്ട്, അവർക്ക് ഭയങ്കര ഭയമായിരിക്കും ചിലപ്പോൾ തുടക്കത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ചിലപ്പോൾ ഒരു 2,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത് പോവുക? ഞാൻ പറയും, നിങ്ങളുടെ പൈസ പോകുന്നുണ്ടെങ്കിൽ എത്രയാണോ നഷ്ടം വരുന്ന ഒരു കൊല്ലം മ്യൂച്വൽ ഫണ്ട് ചെയ്തിട്ട് ആ പൈസ ഞാൻ തന്നോളൂ. അതുപോലെ തന്നെ ലാഭം കിട്ടുമ്പോൾ ആ പൈസ എനിക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ പലരുടെയും ഫിയറാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഒരു 1000 രൂപയൊക്കെ SIP ചെയ്ത് നോക്കുന്നതിൽ വലിയ ഹാമൊന്നുമില്ല. നമ്മളിപ്പോൾ നാട്ടിൽ പോയിട്ട് ഒരു നല്ല സാരി നമ്മുടെ അമ്മയ്ക്കോ വൈഫിനൊക്കെ എടുക്കണമെങ്കിൽ തന്നെ 4,000-5,000 രൂപയൊക്കെ ചിലവാക്കുമ്പോൾ നമ്മളൊരു 1000 രൂപ ലംസ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. പിന്നെ ചിലവരുണ്ട് ഇത് പഠിച്ചിട്ട് ചെയ്യാം. അങ്ങനെ പഠിച്ചിട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഇതിൽ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. അത് ഒന്നാമത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും RBI കസ്റ്റോഡിയനൊക്കെ ആയിട്ടുള്ള വളരെ ലെജിറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ നല്ല അഡ്വൈസേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് എടുക്കുക. മ്യൂച്വൽ ഫണ്ടിലൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ കമൻറ്റ് ചെയ്യാം. നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഇൻഫർമേഷനും നല്ല ഫണ്ടൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. പലപ്പോഴും വലിയൊരു ഫണ്ടായിട്ട് വരുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. സോ യു വർക്ക് ഇറ്റ് ഫോർ 2-3 months, ദെൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ധാരാളം പേര് ഇപ്പോൾ ധാരാളം രീതിയിലുള്ള SIPs ഒക്കെ കൂടുതൽ ആഡ് ചെയ്യുകയും ലംസ് ആഡ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ചിട്ടികൾ നമ്മൾ ഒരിക്കലും അതിനെ തള്ളിക്കളയരുത്. ചിട്ടീസ് റിയൽ മണി, ക്യാഷാണ്. നമുക്ക് നേരത്തെ വിളിച്ചെടുക്കാനും പല കാര്യങ്ങളും നടത്തിയെടുക്കാനും സാധിക്കും. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം.